ഹായ് ഓൾ വെൽക്കം ടു K2CSE. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് ക്വാണ്ടിഫയേഴ്സ് ഇൻ ഫസ്റ്റ് ഓർഡർ ലോജിക്. അപ്പോൾ ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേര് നിന്ന് നമുക്ക് മനസ്സിലാക്കും സംതിങ് റിലേറ്റഡ് ടു ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന സംഭവമാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ലാംഗ്വേജ് എലമെൻറ്റ് വിച്ച് ജനറേറ്റ് ക്വാണ്ടിഫിക്കേഷൻസ്. അതായത് ഇതെന്ന് പറയുന്ന ഒരു ലാംഗ്വേജിലെ എലമെൻ്റ് ആണ് ക്വാണ്ടിഫിക്കേഷൻസ് ജനറേറ്റ് ചെയ്യുന്നു. ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ജനറേറ്റ് ചെയ്യുന്നു. This quantification specifies the quantity of a specimen in the universe. അതായത് യൂണിവേഴ്സിലുള്ള ഒരു സ്പെസിമെൻ്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ ക്വാണ്ടിറ്റീനെയാണ് ഈ ക്വാണ്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നത്, സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടിഫയേഴ്സ് ഇൻ ഫസ്റ്റ് ഓർഡർ ലോജിക്ക് ചോദിച്ചാൽ നമുക്ക് 2 പോയിൻ്റാണ് എഴുതേണ്ടത്. ആദ്യത്തെ പോയിൻ്റ് എന്താണ്, അതൊരു ലാംഗ്വേജ് എലമെൻ്റ് ആണ്, ക്വാണ്ടിഫിക്കേഷനെ ജനറേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്, ഈ പറയുന്ന ക്വാണ്ടിഫിക്കേഷൻ അതായത് ജനറേറ്റ് ചെയ്ത ക്വാണ്ടിഫിക്കേഷൻ എന്തിനെ സ്പെസിഫൈ ചെയ്യുന്നു, യൂണിവേഴ്സിലുള്ള പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ സ്പെസിമെൻ്റെ ക്വാണ്ടിറ്റീനെ സ്പെസിഫൈ ചെയ്യുന്നു. ഇനി നമ്മളെ ക്വാണ്ടിഫയേഴ്സ് ഇൻ ഫസ്റ്റ് ഓർഡർ ലോജിക്കിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്നും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്നും. ആ പേരിൽ തന്നെയുണ്ട് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ. യൂണിവേഴ്സ് എന്ന് പറയുമ്പം എല്ലാം ഉൾപ്പെടുന്നതായിരിക്കും. അതായത് നമ്മൾ ഈ പറയത്തില്ലേ ഫോർ ഓൾ, എവ്രി വൺ, എവ്രിതിങ്, അങ്ങനെ പറയുന്നതൊക്കെയാണ് യൂണിവേഴ്സൽ. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്ന് പറയുമ്പോഴത്തേനും എക്സിസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഫോർ സം, അറ്റ്ലീസ്റ്റ് വൺ, ഇതൊക്കെയാണ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിൽ വരുന്നത്. ഇനി നമുക്ക് രണ്ടിൻ്റെയും എക്സ്പ്ലനേഷൻ നോക്കാം. സോ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ. എന്താണ് ഇത്, ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ ഒരു സിമ്പിളാണ്. ഇനി എന്താ പറയുന്നത്, ഇറ്റ് സ്പെസിഫൈ ദാറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് വിത്തിൻ എ റേഞ്ച് ഇസ് ട്രൂ ഫോർ എവ്രിതിങ്. അതായത് ഇപ്പം നമ്മളൊരു റേഞ്ചിൽ കൊടുത്തിരിക്കുന്നു, ആ റേഞ്ചിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എവ്രിതിങ്, എല്ലാത്തിനും ട്രൂ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ലിമിറ്റ് കൊടുക്കത്തില്ല. അതായത് ഫോർ ഓൾ, ഫോർ എവ്രിതിങ്, അതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഒരു റേഞ്ചിൽ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാത്തിനും ട്രൂ ആയിരിക്കും. അപ്പോൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ചോദിച്ചാൽ എന്തൊക്കെ പറയണം, ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ ഒരു സിമ്പിളാണ്, ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ. പിന്നെ എന്താ പറയുന്നത്, ഇറ്റ് സ്പെസിഫൈസ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്തിൻ എ റേഞ്ച് ഇസ് ട്രൂ ഫോർ എവ്രിതിങ്. ഇനി ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെ, നമ്മൾ എയിനെ തിരിച്ചിട്ട് എഴുതത്തില്ലേ, അതുപോലത്തെ ഒരു സിമ്പിളാണ് ഈ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിന്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് കൊടുത്തേക്കുന്ന ഓൾ മാൻ ഡ്രിങ്ക് ടീ. ഓൾ മാൻ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളല്ല, എല്ലാ മനുഷ്യനും, എല്ലാ ആണുങ്ങളും ചായയാണ് കുടിക്കുന്നത്. അതൊരു യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ അല്ലേ, എല്ലാ ആണുങ്ങളും ചായ കുടിക്കുന്നു. ഇനി എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സം വേരിയബിൾസ്. കുറച്ച് വേരിയബിൾസിനെ മാത്രം ലോക്കലൈസ് ചെയ്തേക്കുന്നതാണ് എക്സിസ്റ്റൻഷ്യൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫോർ സം, അറ്റ്ലീസ്റ്റ് വൺ എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ഇ തിരിച്ചിട്ട് സിമ്പിളും എക്സും, അതായത് ദെയർ എക്സിസ്റ്റ് ഇ എക്സ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, ദെയർ എക്സിസ്റ്റ് എ മാൻ വിത്ത് റെഡ് ഷർട്ട് എന്ന് പറഞ്ഞാൽ റെഡ് ഷർട്ടോട് കൂടിയ ഒരാണ് അവിടെ നിൽപ്പുണ്ട്. ദെയർ എക്സിസ്റ്റ് എ മാൻ, ഇവിടെ എക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ മാൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുന്ന ടോപ്പിക്കാണ് ഇൻഫറൻസ് ഇൻ ഫസ്റ്റ് ഓർഡർ ലോജിക്. ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡെഡ്യൂസ് ന്യൂ ഫാക്ട് ഓർ സെൻറ്റൻസ് ഫ്രം ദ എക്സിസ്റ്റിംഗ് സെൻറ്റൻസ്. അതായത് നമ്മുടെ നിലവിലുള്ള സെൻറ്റൻസിൽ നിന്ന് പുതിയ ഫാക്റ്റോ അല്ലെങ്കിൽ പുതിയ സെൻറ്റൻസോ ഡെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഇൻ്റർഫറൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇൻ്റർഫറൻസ് റിലേറ്റ് ചെയ്തിട്ട് 2 ടെർമിനോളജി നോക്കാനുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ എന്നും ഇക്വാലിറ്റി എന്നും പറയും. അപ്പോൾ എന്താണ് ഇൻ്റർഫറൻസ്? ഇൻ്റർഫറൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് സെൻറ്റൻസിലുള്ള പുതിയ ഫാക്റ്റുകളോ സെൻറ്റൻസുകളെയൊക്കെ ഡെഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഇൻ്റർഫറൻസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡെഡ്യൂസ് ന്യൂ ഫാക്ട്സ് ഓർ സെൻറ്റൻസ് ഫ്രം ദ എക്സിസ്റ്റിംഗ് സെൻറ്റൻസ്. അപ്പോൾ ഈ ഇൻ്റർഫറൻസിൽ 2 ടെർമിനോളജി ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ പേര് നമുക്ക് ഓർമ്മ വരുന്നത് ഒന്നിന് പകരം എന്നുള്ള രീതിക്കാവും. എന്തായിരിക്കുന്നു, മതി ഒരു 4 പോയിൻ്റ് നോക്കാം. ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ ടേംസ് ആൻഡ് ഫോർമുലാസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസിലും ഫോർമുലേസിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫണ്ടമെൻ്റൽ ഓപ്പറേഷനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഓൾ ഇൻ്റർഫറൻസ് സിസ്റ്റം ഇൻ FOL. അതായത് ഫസ്റ്റ് ഓർഡർ ലോജിക്കിലുള്ള എല്ലാ ഇൻ്റർഫറൻസ് സിസ്റ്റത്തിലും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വരുന്നുണ്ട്. ഇറ്റ് ഈസ് കോംപ്ലെക്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ക്വാണ്ടിഫയർ. ക്വാണ്ടിഫയർ ഉണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും കോംപ്ലെക്സ് ആയിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തേക്കാണെന്ന് ചോദിച്ചോ, F of A by X.
ഫങ്ഷൻ ഓഫ് എ ബൈ എക്സ്. ഈ എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റും ആയിരിക്കും, എക്സ് എന്ന് പറയുന്ന വേരിയബിളും ആയിരിക്കും. അതിനെപ്പറ്റി പറയുന്ന നെക്സ്റ്റ് പോയിന്റ് എന്തുവാ? ഇറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് എക്സ്പ്രസിങ് ഫാക്ട്സ് അബൌട്ട് സം ഓർ ഓൾ ഒബ്ജക്റ്റ് ഇൻ ദ യൂണിവേഴ്സ്. അതായത് ഇത് നമ്മുടെ ഒബ്ജക്റ്റ്, അതായത് നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റും അല്ലെങ്കിൽ ചില ഒബ്ജക്റ്റുകളെ പറ്റിയുള്ള ഫാക്റ്റ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ക്യാപ്പബിളാണ്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ട് 5 പോയിന്റ് നമ്മൾ നോക്കി. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ഇസ് എ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ ടേംസ് ആൻഡ് ഫോർമുല. ടേംസിലും ഫോർമുലേസിലും പെർഫോം ചെയ്യാൻ പറ്റിയൊരു ഫണ്ടമെൻ്റൽ ഓപ്പറേഷനാണ്. എല്ലാ ഇൻ്റർഫറൻസ് ഉള്ള FOL ഫസ്റ്റ് ഓർഡർ ലോജിക്കിലും ഇതുണ്ട്. ഇനി എന്താ? ഈ ക്വാണ്ടിഫയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇത് കോംപ്ലക്സ് ആണ്. ഇങ്ങനെ ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റും എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളും ആണ്. പിന്നെ എന്താ പറഞ്ഞത്? ഇതെന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിലുള്ള ചില ഫാക്റ്റുകൾ അല്ലെങ്കിൽ എല്ലാ ഫാക്റ്റുകളും എക്സ്പ്രസ് ചെയ്യാനും ക്യാപ്പബിളാണ്. ഇനി നമ്മൾ നോക്കുന്നതാണ് ഇക്വാലിറ്റി. അപ്പോൾ ഇക്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? ഈക്വലൈസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യം പറയാം, ബ്രദർ ഓഫ് ജോൺ ഈസ് സ്മിത്ത്. എന്താ? ജോണിൻ്റെ ബ്രദറാണ് സ്മിത്ത്. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം, സ്മിത്തിൻ്റെ ബ്രദറാണ് ജോൺ. അങ്ങനെയും പറയാം. ഇക്വാലിറ്റി സിമ്പിൾസ് വിച്ച് സ്പെസിഫൈ 2 ടേംസ് റെഫേഴ്സ് ടു ദ സെയിം ഒബ്ജക്റ്റ്. അതായത് 2 ടേം ഒരു ഒബ്ജക്റ്റിൽ റെഫർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇക്വാലിറ്റി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ജോണും സ്മിത്ത് എന്ന് പറയുന്ന 2 ടേം, ബ്രദർ എന്ന് പറയുന്നത് എന്താ? ഒരു സെയിം ഒബ്ജക്റ്റിൽ റെഫർ ചെയ്യുന്നു, അപ്പോഴാണ് ഇക്വാലിറ്റി യൂസ് ചെയ്യുന്നത്. Equality symbol can be used with the negation to represent that 2 objects or 2 terms are not in the same object. എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞിന്. ഇപ്പോൾ ഈ ഒരു സിമ്പിൾ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന നെഗേഷൻ എന്ന് പറയും. നമ്മൾ എല്ലില്ലേ, അതിനെ തിരിച്ചിടുന്നതാണ് നെഗേഷൻ. എക്സ് ഈക്വൽ ടു വൈ, അതിന് മുന്നേ ഒരു നെഗേഷൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എക്സ് ഈക്വൽ ടു വൈ അല്ല. ഇതിനെ നമുക്ക് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. എക്സ് എന്നിട്ടിട്ട് ഈക്വലിനെ ക്രോസ് ചെയ്ത് വൈ ഇട്ടാലും മതി. എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു വൈ എന്ന് വിടാം. ഇക്വാലിറ്റി സിമ്പിൾ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് വിത്ത് നെഗേഷൻ. ഇക്വാലിറ്റി സിമ്പിളിൽ നമ്മൾ നെഗേഷൻ യൂസ് ചെയ്യുമ്പോഴത്തേനും ടു റെപ്രസെൻറ്റ് ദാറ്റ് 2 ഒബ്ജക്ട്സ് ആർ നോട്ട് ഇൻ ദ സെയിം ഒബ്ജക്റ്റ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ട് ടേംസ് എന്ന് പറയുന്നത് സെയിം ഒബ്ജക്റ്റിലല്ല. അതായത് ഇവിടെ നോക്കി, ഇക്വാലിറ്റി സിമ്പിൾ അല്ലായിരുന്നു എക്സ് ഈക്വൽ ടു വൈ, അതിനൊരു നെഗേഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തായി അതിൻ്റെ അർത്ഥം? ഈ 2 ടേംസ് എക്സും വൈ എന്ന് പറയുന്ന 2 ടേംസ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ, സെയിം ഒബ്ജക്റ്റ് അല്ല എന്ന് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ ഇൻ്റർഫറൻസ് ഇൻ ഫസ്റ്റ് ഓർഡർ ലോജിക്.